90കളുടെ അവസാനം ഒരു 2000-ൻ്റെ തുടക്കം വരെ, അതായത് മൊബൈലൊക്കെ സജീവമാകുന്നതിന് മുമ്പ് നാട്ടിലുള്ള പല ചെറുപ്പക്കാരും തൊഴിലന്വേഷിച്ച് ഗൾഫിലേക്ക് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു രംഗാണിത്. ആരെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കൊണ്ടുവരുന്ന വിസ, ആ വിസയുടെ ജോലിയും ശമ്പളവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചില്ലറ ഒരു അഡ്വാൻസായി കൊടുക്കും വിസക്ക്. അന്ന് മുതൽ അവന് ഗൾഫിൽ പോവുകയാണെന്നുള്ള കാര്യം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാ വീട്ടുകാരെയും അറിയിക്കും. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പണം കടം ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഗൾഫ് പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പ് തന്നെ ചില ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് വിരുന്നുകാരായി എത്തും. എന്നിട്ട് അവൻ്റെ കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും ഉസ്താദുമാരെ വിളിച്ച് മൗലൂദ് ഓതിപ്പിച്ചൊക്കെ ഒരു സന്തോഷത്തോടെ കഴിയും. ഇറങ്ങാൻ നേരമാകുമ്പോഴേക്ക് അവൻ്റെ ലഗേജുകളും മറ്റും എടുത്ത് സുഹൃത്തുക്കളും ബന്ധുക്കളോടുമൊപ്പം ഒരു ജീപ്പിൽ എത്ര പേര് കൊള്ളുമോ അതൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും ആരൊക്കെ പോകണമെന്ന്. അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ പോകാനുള്ള ആളുകളൊക്കെ റെഡിയായി, ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ ഇറങ്ങിപ്പോക്ക് ദൂരെ നിന്ന് കാണും. അക്കാലത്തൊക്കെ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാണുക എന്നുള്ളത് ഒരു 3, 4, 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഉറ്റവരെയും ഉടയവരെയും വീട്ടിലാക്കി ഗൾഫെന്ന മോഹവുമായി പടിയിറങ്ങുമ്പോൾ അവനറിയുന്നില്ല എന്തായിരിക്കും അവിടുത്തെ ജോലി. ഈ വിസ ഒറിജിനലായിരിക്കുമോ? ചെന്നുപെടുന്നത് ഒരു കാട്ടറബിയുടെ മുന്നിലായിരിക്കുമോ? വിസ ഈ കടം വാങ്ങിക്കൊടുത്ത പണം നഷ്ടപ്പെട്ടു പോകുമോ? അങ്ങനെ ഒട്ടനവധി ആശങ്കകളാണ് മനസ്സിലുണ്ടാവുക. മക്കൾ വിദേശത്തേക്ക് പോകുന്നത് ജോലിക്കാണെങ്കിലും ചില പിതാക്കന്മാർ വിഷമം ഉള്ളിൽ വെച്ച് പുറത്ത് ചിരിക്കും. പ്രായമായവരെയും അസുഖബാധിതരായി കിടക്കുന്നവരെയും വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ മനസ്സിലൊരു വിങ്ങലാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഗൾഫിലെത്തുന്നതിൽ അധിക പേരും നല്ല ജോലിയൊക്കെ ആയി സമ്പാദിച്ച് വീട്ടിലേക്ക് പണം അയക്കുന്നവരുണ്ട്. മറ്റു ചിലരാകട്ടെ എത്തിപ്പെടുന്ന സ്ഥലത്തെ അറബി വളരെ മോശമാവുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തതിനാൽ വീണ്ടും നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നവരുണ്ട്. വേറെ ചിലരാവട്ടെ ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് എന്ന് ഏജൻറ്റ് പറയുന്നതനുസരിച്ച് ഇവിടുന്ന് ട്രെയിൻ കയറി ബോംബെയിലെത്തുകയും അങ്ങനെ ബോംബെയിൽ കുറച്ച് കാലം റൂമിൽ താമസിച്ച് കയ്യിലുള്ള പണമെല്ലാം തീരുമ്പോൾ ഏജൻറ്റും ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പഴയ ഗൾഫുകാർക്ക് പറയാൻ ഒത്തിരി വിസയുടെയും ഗൾഫിൻ്റെയും കഥകളുണ്ടാവും. വാട്സാപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, വീഡിയോ കോള് ഇതിൻ്റെയൊക്കെ ഈ കാലഘട്ടത്തെ ഇതൊന്ന് ഓർമ്മിപ്പിക്കണം തോന്നി.